അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഗ്ലാസ് പച്ചരി കുതിർത്ത് വെക്കാം. പിന്നെ അതിൻ്റെ കൂടെ 1 ഗ്ലാസ് പൂങ്ങലരിയും പിന്നെ 1.5 ഗ്ലാസ് ഉഴുന്നും. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പച്ചരിയാണിത്. 2 കപ്പ് പച്ചരിയും 1 കപ്പ് പുഴുങ്ങലരിയും. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് ചോറും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഉഴുന്നാണ്, നമ്മൾ 1.5 കപ്പ് ഉഴുന്ന് കുതിർത്തതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അരച്ച മാവാണ്. അപ്പോൾ അത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഉപ്പൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഇഡ്ഡലി വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിനടുത്ത് നമുക്ക് സാമ്പാറൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ചട്നി കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വറ്റൽമുളക്, നല്ല ചുട്ടെടുത്ത വറ്റൽമുളകാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപ്പ് കൂട്ടിയിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചട്നി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പിലയെല്ലാം ഒന്ന് താളിച്ച് വയ്ക്കാം. നമുക്ക് ഇഡ്ഡലി കുക്കായോ എന്ന് നോക്കാം. അപ്പോൾ ഇഡ്ഡലി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു വലിയ പ്ലേറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തെടുക്കാം. അപ്പോൾ കുറച്ച് തണുത്ത് വരുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും എല്ലാം കഴിക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ നമ്മളെ ചട്നിയിൽ മുക്കിയിട്ട് നമുക്കിത് കഴിക്കാം.